കടുവാ ഭീതിയിൽ പുൽപ്പള്ളിയിലെ കാപ്പിസെറ്റ് മേഖല ദേവർഗദ്ദ ഉന്നതിയിലെ ആദിവാസി വയോധികനെ കൊലപ്പെടുത്തിയ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് കൂട് വെച്ച് കടുവയെ പിടികൂടാനും അതിന് കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കാനും നിർദ്ദേശിച്ചുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്തിറങ്ങി. വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇന്നലെ തന്നെ വനം വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇത് പ്രചരണ കാലമാണ്, അതുകൊണ്ടുകൂടി കുറച്ചധികം ജാഗ്രത വേണമെന്ന്. ഈ ഏത് രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? ഇത് ജനവാസ മേഖലയാണോ? ഈ കടുവ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ കാണാനൊക്കെ എത്ര സാധ്യതയുള്ള സ്ഥലമാണ്? ശ്രീജ, കടുവയ്ക്കായുള്ള തെരച്ചിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു, കടുവയെ കിട്ടിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത്. എന്തായാലും ആദ്യം കൂട് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൂട് 2 സ്ഥലത്തായി ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടിൽ ഇതുവരെ കടുവ കുടുങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ കാട്ടിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒരു അക്രമകാരിയായ കടുവ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഈ കടുവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ വിവരശേഖരത്തിൽ ഉൾപ്പെടാത്ത ഒരു കടുവയാണെന്നുള്ളതും വലിയ ആശങ്ക നൽകുന്നുണ്ട്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രജനന കാലമാണ്. കാരണം കടുവകളുടെ പ്രജനന കാലത്ത് കടുവകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന പതിവ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അത് ഇണ തേടുന്നതിനും അല്ലെങ്കിൽ ഇണ ചേരുന്നതിനും തേടുന്നതിനും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള സഞ്ചാരം. അത് നവംബർ മുതൽ ഏപ്രിൽ വരെ കടുവകളുടെ ഒരു പ്രജനന കാലം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ കടുവകളുടെ ഒരു സാന്നിധ്യം ഈ വനപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ വനത്തിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പുൽപ്പള്ളി കാപ്പിസെറ്റ് ദേവർഗദ്ദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു ജനവാസ കേന്ദ്രമാണ്. കൂടുതലും അവിടെ ആദിവാസി വിഭാഗമാണ് കാടിനോട് അടുത്ത് താമസിക്കുന്നത്. എന്തായാലും ഈ കൂമൻ എന്ന് പറയുന്ന ആദിവാസിയെ കൊലപ്പെടുത്തിയ ഈ നരഭോജിയായ കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുവരെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഈ കൂമനെ ആക്രമിച്ചത് 20-ാം തീയതിയാണ്. അന്ന് രാത്രി ഈ ക്യാമറയിൽ കടുവയുടെ ഒരു ചിത്രം പതിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് കടുവ എവിടെയാണ് എന്നുള്ളത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇതിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് കൂടി കടുവയെ ഇന്നലെ കാണുകയുണ്ടായത് കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക വർദ്ധിക്കുന്നത്. എന്തായാലും കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീജ. ശരി, ജയരാജാണ്.